പാലക്കാട് നെന്മാറ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം തുറക്കും. 10 മണിയോടെ തുറക്കുമെന്നാണ് വരണാധികാരി അറിയിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചേരുന്നു. ഷാരിഖ് പറയും. എസ്കെൻ, നമ്മൾ UDF സ്ഥാനാർത്ഥി, അതായത് DCC പ്രസിഡന്റ് കൂടിയായ UDF സ്ഥാനാർത്ഥി A. തങ്കപ്പനുമായി നേരത്തെ ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വിവരം നൽകിയത്, അതായത് 10 മണിയോടുകൂടി സ്ട്രോങ് റൂം തുറക്കുമെന്നാണ് RO ഇവരെ അറിയിച്ചിരിക്കുന്നത്, വരണാധികാരി ഇവരെ അറിയിച്ചിരിക്കുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് നെന്മാറ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് സ്ട്രോങ് റൂമിൽ. ആ സ്ട്രോങ് റൂമാണ് ഇപ്പോൾ 10 മണിയോടുകൂടി തുറക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് ഈ റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് തുറക്കാൻ കാരണം RO A. തങ്കപ്പനെയും അതുപോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളെയും അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനത്തിന്റെ അന്ന് മാത്രമാണ് ഇത്തരത്തിൽ സ്ട്രോങ് റൂം തുറക്കാറുള്ളൂ. ഇത് എന്തൊക്കെ ഇതിൽ നിഗൂഢതകൾ ഉണ്ടെന്നാണ് A. തങ്കപ്പൻ പറയുന്നത്. അത്തരത്തിൽ ഇത് പ്രതിഷേധാർഹമായ ഒരു കാര്യം കൂടിയാണെന്നും A. തങ്കപ്പൻ നമ്മളോട് പറഞ്ഞു. അത്തരത്തിൽ എന്തായാലും സ്ഥാനാർത്ഥി അവിടേക്ക് 10 മണിയോടുകൂടി എത്തും, മറ്റു സ്ഥാനാർത്ഥിയുടെ ഏജന്റുകളും എത്തും. എന്തായാലും ഇത് 10 മണിക്ക് ഈ സ്ഥാനാർത്ഥി എത്തിയില്ലെങ്കിൽ ആബ്സെന്റ് രേഖപ്പെടുത്തുമെന്നാണ് വരണാധികാരി ഇവരെ അറിയിച്ചത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്തും ഇത്തരത്തിൽ സമാനമായി സ്ട്രോങ് റൂം തുറന്നു. അത് വലിയ വിവാദത്തിലേക്ക് നയിച്ചു. ഇന്ന് പാലക്കാടും അത്തരമൊരു സംഭവം ഉണ്ടാകാൻ പോവുകയാണ്. എസ്കെൻ, ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.